നമസ്കാരം. ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. യുകെയിൽ തൊഴിലില്ലായ്മ 5 വർഷത്തെ ഉയർന്ന നിരക്കിൽ. ആശങ്കയോടെ മലയാളി സമൂഹം. ബ്രിട്ടനിലെ തൊഴിൽ വിപണി കനത്ത പ്രതിസന്ധിയിലേക്കെന്ന് പുതിയ കണക്കുകൾ. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായി 5.2% ഉയർന്നതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും മോശമായ സാഹചര്യമാണ് നിലവിൽ യുകെയിലുള്ളത്. പ്രധാന കണക്കുകൾ ചുരുക്കത്തിൽ: തൊഴിലില്ലായ്മ നിരക്ക് 5.2%, വേതന വളർച്ച, ശമ്പള വർധനവ് 4.2% കുറഞ്ഞു. 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. യുവജന തൊഴിലില്ലായ്മ 16.1% ഉയർന്നു. ഇത് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. പ്രതിസന്ധിക്ക് കാരണമെന്ത്? ലേബർ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളും നികുതി വർധനവുമാണ് ഈ തളർച്ചയ്ക്ക് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. നാഷണൽ ഇൻഷുറൻസ് വിഹിതത്തിലുണ്ടായ വർധനവും മിനിമം വേജ് ഉയർത്തിയതും കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. ഇതേ തുടർന്ന് പല കമ്പനികളും പുതിയ നിയമനങ്ങൾ മരവിപ്പിക്കുകയും പിരിച്ചുവിടലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. മലയാളികളെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. യുകെയിൽ പഠനം കഴിഞ്ഞ് ജോലി തേടുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും പുതിയതായി എത്തിയവർക്കും ഈ സാഹചര്യം വലിയ തിരിച്ചടിയാണ്. എൻട്രി ലെവൽ ജോലികൾ കുറയുന്നത് ഗ്രാജുവേറ്റ് വിസയിലുള്ളവർക്ക് വെല്ലുവിളിയാകുന്നു. 1.45 ലക്ഷം പേർ കഴിഞ്ഞ പാദത്തിൽ പിരിച്ചുവിടപ്പെട്ടത് IT കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പലിശ നിരക്ക് കുറയാൻ സാധ്യത. തൊഴിൽ വിപണി തളരുന്നതും വേതന വളർച്ച കുറയുന്നതും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനുമേൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാർച്ചിൽ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇത് മോർഗേജ് ഉള്ളവർക്കും വായ്പ എടുത്തവർക്കും നേരിയ ആശ്വാസമായേക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.